ഓർമ്മകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും ഇവിടെ ഓരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന് പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം സുഭഗമോർമ്മകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മുതിർന്ന വൈദികരിൽ പ്രഥമ ഗണനീയനാണ് ഈ വൈദികൻ. ബഹുമാനപ്പെട്ട ജേക്കബ് ലാനിത്തോട്ടത്തിലച്ചൻ പ്രധാനമായും ഇടവകളിലാണ് തൻ്റെ അജപാലന ശുശ്രൂഷ നിർവഹിച്ചത്. ആ ഇടവകളിലെല്ലാം അദ്ദേഹം ഇടവജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കഴിയുന്നത്തോളം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും അനേകം ആളുകളെ ഉത്ബുദ്ധരാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചരിത്ര സത്യമാണ്. അതുപോലെ തന്നെ തൻ്റെ കൂട്ടത്തിൽ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെടുന്ന ആളുകളോട് വളരെ ഔദാര്യപൂർവ്വം പെരുമാറുകയും സ്നേഹപൂർവ്വം പെരുമാറുകയും അവർക്കും അജപാലന ശുശ്രൂഷയുടെ എല്ലാ വശങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ അവരുടെ കൃതജ്ഞത വളരെയധികം നേടിയെടുത്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റുമാരായിരുന്ന ആളുകൾ പലപ്പോഴും അത് ഏറ്റു പറയാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഇടവകത്തെ മുഴുവൻ അറിയുമായിരുന്നു. എല്ലാ വീടുകളിലും പോവുകയും അവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട മാർഗ്ഗദർശനം നൽകുകയും ചെയ്യുവാൻ അച്ഛൻ എന്നും തൽപരനായിരുന്നു. അദ്ദേഹം ചെറിയ പള്ളികളിലും വലിയ പള്ളികളിലും വികാരിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരി കത്തീഡ്രലിൽ അദ്ദേഹം കുറേ നാൾ വികാരിയായിരുന്നു. അതുപോലെ ചെറിയ പള്ളികളിലും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ഒരിക്കലും സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുകയോ അതിനുവേണ്ടി എന്തെങ്കിലും വ്യഗ്രത കാണിക്കുകയോ ഒരിക്കലും ചെയ്തിട്ടില്ല. തനിക്ക് കിട്ടുന്ന ജോലി അത് ഒരു പദാധികാരികളോട് ചേർന്ന് വളരെ ഔദാര്യപൂർവ്വം നിർവഹിക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹം പുലർത്തിയിട്ടുള്ളത്. മലയാള നാടിൻ്റെ മലയോര ഗ്രാമമായ മണിമലയിൽ ലാനിത്തോട്ടം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ജേക്കബ് അച്ഛൻ കൃഷിയിലും പ്രാർത്ഥനയിലും ഒന്നുപോലെ തൽപരനായിരുന്നു. എങ്കിലും ദൈവം കാണിച്ച വഴി വൈദിക ശുശ്രൂഷയിലായിരുന്നു. പെറ്റിഷനറി പഠിക്കുന്ന ഓർമ്മകൾ എനിക്കില്ല. ഞങ്ങളതിൽ 10 വയസ്സിന് വ്യത്യാസമുണ്ട്. പിന്നെ പറഞ്ഞു കേട്ട അറിവ് തലശ്ശേരി കോളേജിൽ നിന്നും ഇൻ്റർമീഡിയറ്റിന് ശേഷമാണ് ചങ്ങനാശ്ശേരി പാറ സെമിനാരിൽ ചേർന്നത്. ഞാനപ്പോൾ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. പൂനെയിൽ നിന്നും അവധിക്ക് വരുന്ന ഓർമ്മകൾ മാത്രമേ എനിക്കിവിടെ ഉള്ളൂ. പൂനെയിൽ നിന്ന് അവധിക്ക് വരുമ്പോൾ കാലായിലച്ചന് അഭിവന്യ പൗത്യപിതാവ് ഇവരൊക്കെ ഷമ്മാശന്മാർ പൗത്യപിതാവ് ഷമ്മാശനായിരുന്നു. ഷമ്മാശനും അച്ഛനുമൊക്കെ കൂടി വീട്ടിൽ വന്ന് താമസിക്കുന്നതും ഇവിടെ നിന്നും വളഞ്ചര പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഓർമ്മകളൊക്കെ എനിക്കുണ്ട്. ചാക്കോച്ചനുമായി വളരെ കുറച്ചു കാലത്തെ പരിചയം എനിക്ക് ഉള്ളൂ എങ്കിലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ആധ്യാത്മിക പ്രചോദനം കുറേ കൂടി ദൈവത്തോട് അടുക്കുന്നതിനും നന്മകൾ ചെയ്യുന്നതിനും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനും എന്നെ വളരെയേറെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ആയിരത്തി 1963 തിരുപ്പട്ടം സ്വീകരിച്ചതിനുശേഷം കാഞ്ഞിരപ്പള്ളി ഫൊറോന ദേവാലയത്തിലെ സഹവികാരിയായി ശുശ്രൂഷ സമാരംഭിച്ചു. എന്നാൽ പിന്നീട് ചങ്ങനാശ്ശേരി മൈനർ സെമിനാരിയുടെ ആത്മീയ പിതാവായും അധ്യാപകനായും ഏതാണ്ട് 5 കൊല്ലം സേവനം ചെയ്തു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മൈനർ സെമിനറി ഇപ്പോൾ പ്രവർത്തിക്കുക
കുറിച്ചിയിൽ ആണ്. മൈനർ സെമിനാരിക്ക് ദീർഘമായ ഒരു ചരിത്രമുണ്ട്. വികാരിയാത്ത് സ്ഥാപിതമായപ്പോൾ ചങ്ങനാശ്ശേരി അരമന കേന്ദ്രീകരിച്ചും കാലക്രമത്തിൽ അവിടെ നിന്ന് മാറ്റി കോട്ടയം ലൂർദ് പള്ളി കേന്ദ്രീകരിച്ചും ഇപ്പോൾ കോട്ടയത്ത് മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് താമസിക്കുന്ന സ്ഥലം കേന്ദ്രീകരിച്ചും പിന്നീട് പാറയിൽ പള്ളിയുടെ സമീപത്തുള്ള അന്നത്തെ പഴയ കോളേജ് കെട്ടിടത്തിൽ കേന്ദ്രീകരിച്ചും പ്രവർത്തനം നടത്തി വരികയായിരുന്നു. ചങ്ങനാശ്ശേരി സെൻറ് തോമസ് സെമിനാരി പാറയിൽ എന്ന പേരിൽ അറിയപ്പെട്ടു വന്നു. ദീർഘകാലം അവിടെ പ്രവർത്തിച്ചപ്പോൾ അവിടെ അന്ന് പഠിച്ചിരുന്ന പല ശമാശന്മാരും പിന്നീട് പത്രാന്മാരായ സംഭവം ഓർക്കുകയായിരുന്നു. അഭിനന്ദിയ വള്ളോപ്പള്ളി പിതാവ് അവിടെ അധ്യാപകനായിരുന്നു പാറയിൽ. തൂങ്കുഴി പിതാവ്, വട്ടക്കുഴി പിതാവ്, പൗത്തിൽ പിതാവ്, കോച്ചേരി പിതാവ്, പെരുന്തോട്ടം പിതാവ് മുതലായ പല പിതാക്കന്മാർക്കും പ്രാരംഭകാല പരിശീലനം കൊടുത്തത് പാറയിൽ സെമിനാരിലായിരുന്നു. ഈ കാലയളവിലാണ് മൈനർ സെമിനാരി ചങ്ങനാശ്ശേരി പാറയിൽ നിന്നും കുറിച്ചിയിലേക്ക് മാറ്റപ്പെടുന്നത്. ദൈവവിളിക്കായി ഇത്ര മനോഹരമായ ഒരു സെമിനാരി ഒരുക്കുന്നതിൽ ഭാഗവാക്കാകുവാൻ ദൈവം ലാനിത്തോട്ടത്തിലച്ഛനെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. 1974 കുറിച്ചിയിലേക്ക് പാറയിലും സെമിനാരി മാറ്റിയത്. മാറ്റി പുതിയ ചുറ്റുപാടുകളിൽ സെമിനാരി സ്ഥാപിച്ചപ്പോൾ മനോഹരമായ ഈ പ്രദേശം 9 ഏക്കർ സ്ഥലം ഏകദേശം നല്ല വെള്ളം, നല്ല കാറ്റ്, വായു, അന്തരീക്ഷം എല്ലാം പരിഗണിച്ച് സെമിനാരി ഇവിടെ ക്രമീകരിക്കുകയും കുട്ടികൾക്ക് വേണ്ടി വന്നാൽ കോളേജിൽ പോയി പഠിക്കുവാൻ വേണ്ട വാഹനങ്ങൾ എല്ലാം ഇവിടെ ക്രമീകരിക്കുകയും ചെയ്തു പോന്നിരുന്നു. ഈ സെമിനാരി ഇങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുന്ന കാലത്ത് ഞാൻ അവിടെ സ്റ്റാഫിൽ ഒരു മെമ്പറായിരുന്നു. ഈ സ്ഥലം വാങ്ങുമ്പോൾ ഇവിടെ പറമ്പിൽ കൃഷിയൊന്നുമില്ലായിരുന്നു. ആ വർഷം തന്നെ ഇവിടെ കൃഷി ആരംഭിക്കുകയും തെങ്ങ് ആദ്യം വയ്ക്കുകയുണ്ടായി. പിന്നീട് പറമ്പ് കിളച്ച് കൃഷി ചെയ്തു. കപ്പയും പച്ചക്കറിയും ധാരാളമായിട്ട് കൃഷി ചെയ്തു. മനോഹരമായൊരു സ്ഥലമായിട്ട് മാറ്റുവാൻ സാധിച്ചു ഇതിനെ എന്നുള്ളത് ഓർക്കുവാൻ സന്തോഷം ഒത്തിരിയേറെയുണ്ട്. പിന്നീട് 2 കൊല്ലം റോമിൽ ഉപരിപഠനത്തിനു ശേഷം 1975 മുതൽ 1977 വരെ ചങ്ങനാശ്ശേരി രൂപതയുടെ ചാൻസലറായി സേവനം ചെയ്തു. അതിനുശേഷം വീണ്ടും 1 കൊല്ലം മൈനർ സെമിനാരി റെക്ടർ പദവി അലങ്കരിക്കാൻ ഈ വൈദികനെ ദൈവം തിരഞ്ഞെടുത്തു. ഇടക്കാലത്ത് അദ്ദേഹം സെമിനാരിയിലും കുറേ നാൾ റെക്ടറായിരുന്നു. അക്കാലത്തും വൈദികരെ പരിശീലിപ്പിക്കുന്നതിൽ സർവ്വശ്രദ്ധയും അദ്ദേഹം ചെലുത്തിയിരുന്നു, വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിൽ. അപ്പം അങ്ങനെ സേവന രംഗത്ത് വളരെ മായാത്ത മുദ്ര പതിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സേവനത്തെ അദ്ദേഹം ജോലി ചെയ്ത ഇടവകളിലെ ആളുകളും അതുപോലെ തന്നെ അദ്ദേഹത്തോട് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്ത വൈദികരും എല്ലാം വളരെ കൃതജ്ഞതാപൂർവ്വമാണ് അനുസ്മരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം വിശ്രമത്തിലാണ്, റിട്ടയർ ചെയ്ത് വിശ്രമത്തിലാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെയും സൗകര്യമുള്ളപ്പോൾ തൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളുകളുടെ പ്രത്യേക സന്ദർഭങ്ങളിൽ നോമ്പ് കാലത്ത് അല്ലെങ്കിൽ അവസരങ്ങളിൽ പോയി അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ട അവരുടെ ശുശ്രൂഷയിൽ പങ്കാളികളാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ല അജപാലകനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ സെമിനാരിയിലെ വിദ്യാർത്ഥികളുടെ പരിശീലനത്തിലും മറ്റുള്ളവർക്കൊരു മാതൃകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹം ആ സത്യസന്ധതയും നൈർമല്യമെല്ലാം പുലർത്തിയിട്ടുണ്ട്. എല്ലാവരോടുള്ള ആത്മാർത്ഥതയും
അതുപോലെ തന്നെ എപ്പോഴും സത്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ നിശ്ചയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം തീർച്ചയായിട്ടും ഈ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വൈദിക സമൂഹത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഒട്ടേറെ ഇടവക പള്ളികളിലെ സേവനത്തിനു ശേഷമാണ് ജേക്കബ് അച്ഛൻ 1996 ചരിത്രപ്രസിദ്ധമായ നെടുങ്കുന്നം ഫൊറോന പള്ളി വികാരിയായി ചുമതലയേൽക്കുന്നത്. സ്നാപകന്റെ പേരിലുള്ള അപൂർവം ദേവാലയങ്ങളിലൊന്നാണ് ഇത്. പറഞ്ഞറിയിക്കാനാവാത്ത വിധം സമഗ്ര പുരോഗതികളാണ് അച്ഛൻ്റെ കാലത്ത് ഈ പ്രദേശത്ത് സംഭവിച്ചത്. ബഹുമാനപ്പെട്ട ളാനിത്തോട്ടത്തിലച്ഛൻ 1996 ഇവിടെ വികാരി അച്ഛനായിട്ട് വരുന്നു. അച്ഛന് ആത്മീയ കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളും ഒരേപോലെ ശ്രദ്ധിച്ച ഒരച്ഛനാണ്. അച്ഛന് ധ്യാനം, കൺവെൻഷൻ മുതലായ കാര്യങ്ങളിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് വളരെ നിർബന്ധമുള്ള ഒരു അച്ഛനായിരുന്നു. അച്ഛൻ്റെ സമയത്താണ് എല്ലാവർക്കും വിശുദ്ധ കുർബാനയിൽ കൂടുതലായിട്ട് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് 6 മണിക്ക് ഇവിടെ ഒരു വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്. അച്ഛനെ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ ശേഷം അച്ഛനെ എപ്പോൾ നോക്കിയാലും അച്ഛൻ ലുങ്കിങ് ഷർട്ട് വിട്ടുകൊണ്ട് ഈ തൊടികളിലൂടെ നടക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ ഓർക്കുന്നത്. അച്ഛനെ നേഴ്സറികളിലൊക്കെ പോയി വൃക്ഷത്തൈകളും പല വൃക്ഷങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചു വെക്കുക, അത് അച്ഛൻ്റെ ഒരു വലിയ സ്വഭാവ ഗുണമായിരുന്നു. നെടുങ്കുന്നത്തിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട ജേക്കബ് ളാനിത്തോട്ടത്തിലച്ഛൻ. പരമസ്വാധീനായിരുന്ന അച്ഛൻ്റെ കൂടെ പാരിഷ് കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിട്ടും അതുപോലെ തന്നെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററൊക്കെ ആയിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ ലളിത ജീവിതവും ആത്മാർത്ഥതയും ഒക്കെ ഒട്ടധികം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അച്ഛൻ ഒരു തികഞ്ഞ നിലപാടുകളുടെ മനുഷ്യനായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അച്ഛന് കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ടായിരുന്നു. കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യവും, ഒരു കാര്യം ശരിയാണെന്നറിഞ്ഞാൽ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കഴിവ് അച്ഛനുണ്ടായിരുന്നു. വളരെ ലളിത ജീവിതത്തിൻ്റെ ആളുമായിരുന്നു അച്ഛൻ. ഈ നെടുങ്കുന്നം വളരെ വിശാലമായ ഒരു സ്ഥലമാണ്. വളരെ അടുത്തടുത്ത വീടുകളല്ല, വളരെ അകലെ വീടുകളുണ്ട്. അവിടെയൊക്കെ പോകാനും ആളുകളുമായിട്ട് സംവദിക്കാനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തൻ്റെ അജപാലന ശുശ്രൂഷ ചെയ്യാനുമൊക്കെ അച്ഛൻ വളരെ ആത്മാർത്ഥത ആ രംഗത്ത് കാണിച്ചിരുന്നു. ആത്മീയവും ഭൗതികവുമായ സമസ്ത മേഖലകളിലും അച്ഛൻ്റെ ഇടപെടൽ ഇവിടെ സജീവമായിരുന്നു. കുടുംബ കൂട്ടായ്മകൾ തമ്മിലുള്ള ഇഴയടുപ്പം ശക്തിപ്പെടുത്തുന്നതിലും മരങ്ങളും ചെടികളും നട്ട് ഭൂമിയെ കൂടുതൽ ഹരിതാഭമാക്കുന്നതിലും ഈ വൈദികൻ ഇടവക ജനങ്ങൾക്ക് മാതൃക തന്നെ ആയിരുന്നു. ഈ മരങ്ങൾക്ക് സംരക്ഷണം നൽകി ഈ മരത്തൈകൾ ദൂരെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ വെച്ച് പിടിപ്പിക്കുന്നതിന് അച്ഛൻ കാട്ടിയ ആ താല്പര്യം ഞാൻ ഇന്നും ഓർക്കുകയാണ്. ലളിത ജീവിതവും ഉയർന്ന ചിന്തയും, സിമ്പിൾ ലൈഫ് ആൻഡ് ഹൈ തോട്ട്സ്, അതായിരുന്നു അച്ഛൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് എനിക്ക് കാണുവാൻ സാധിക്കും. മഹാന്മാരെ ജീവിതത്തിലേക്ക് ഉയർത്തത് ഈ ലളിത ജീവിതവും ഉയർന്ന ചിന്തയും എന്നുള്ള ആ രീതിയായിരുന്നു. അച്ഛനെ അത് പ്രാവർത്തികമാക്കുവാൻ ഇവിടെ ശ്രമിച്ചു.
അച്ഛൻ സാധാരണ ഒരു വൈദികനുള്ള പ്രൗഢിയോ അല്ലെങ്കിൽ ഭാവമോ ഒന്നും അദ്ദേഹത്തിനില്ലായിരുന്നു. സാധാരണ ജനങ്ങളോട് ഇടപെടുകി കഴിഞ്ഞു കൂടുന്നൊരവസ്ഥ അതായിരുന്നു അച്ഛനെ എപ്പോഴും വേണമെങ്കിലും ഞങ്ങൾക്ക് പോയി കാണാമായിരുന്നു. ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ വീടുകളിൽ വരുമായിരുന്നു, സംഭാഷിക്കുമായിരുന്നു. അങ്ങനെയെല്ലാം അച്ഛൻ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഈ ഇടവക കൂട്ടായ്മകൾ പ്രാർത്ഥനാ യോഗങ്ങൾ നടക്കുമ്പോൾ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെക്കൊണ്ട് വചനം പറയിപ്പിക്കുവാൻ പോലും അച്ഛൻ തയ്യാറായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഓർത്തു പോവുകയാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ കുറേ കൂടി മെച്ചമായ ഒരു രീതിയിൽ സഭയെപ്പറ്റി മനസ്സിലാക്കുവാനും സഭയെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു വസ്തുതയാണ്. അച്ഛൻ്റെ ജീവിത ശൈലി വളരെ ലാളിത്യത്തിൻ്റെതായിരുന്നു. ദേവാലയത്തിലാണേലും വിശുദ്ധ കുർബാനയിലും അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെ വളരെ മനോഹരമായിരുന്നു. ആളുകൾ വളരെ താല്പര്യപൂർവ്വം അതൊക്കെ ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ വളരെ നെടുങ്കുന്നത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രേഷ്ഠമായ രീതിയിൽ നമുക്ക് കാണുന്ന ഒരു പുരോഹിതനായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ലാനിത്തോട്ടത്തിൽ എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. തൻ്റെ അജഗണങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ച് ലാനിത്തോട്ടത്തിൽ അച്ഛന് ചില വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ട്. അതിൻ്റെ ഫലമായാണ് നെടുങ്കുന്നം ഇന്ന് അതിരൂപതയുടെ വിദ്യാഭ്യാസ തലസ്ഥാനമായി ഉയർന്നത്. നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സ്ഥാപക മാനേജർ, അതായത് സ്കൂൾ ഉണ്ടാക്കിയത് അച്ഛനാണ്. ഈ സ്കൂള് നെടുങ്കുന്നത്തെ സംബന്ധിച്ചിടത്തോളം 10-18 വർഷങ്ങളായി ഇവിടെ ആയിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ വലിയ പങ്കാണ് ഈ ഹയർ സെക്കൻഡറി സ്കൂൾ വഹിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരി ആളുകൾക്ക് ഈ സ്കൂൾ കൊണ്ട് ജോലി. അങ്ങനെ നെടുങ്കുന്നത്തിൻ്റെ ചരിത്രം മാറ്റിയെഴുതുന്നതിൽ നല്ല ഒരു പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് അച്ഛൻ. നമ്മുടെ ബഹുമാനപ്പെട്ട ലാനിത്തോട്ടത്തിൽ അച്ഛൻ്റെ സേവന കാലഘട്ടത്തെ ഒരു സുവർണ കാലഘട്ടമെന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതിന് കാരണങ്ങൾ ഒത്തിരിയുണ്ട്. 2000-ൽ നമ്മുടെ സ്കൂളിൻ്റെ സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുകയുണ്ടായി. അതിനും 25 വർഷങ്ങൾക്ക് മുൻപ് രജത ജൂബിലി ആഘോഷിച്ചപ്പോഴാണ് സ്കൂളിനോട് ബന്ധപ്പെട്ട ആ സ്റ്റേജ് നിർമ്മിച്ചത്. ആ 25 വർഷങ്ങളിൽ ഒരു ശൂന്യതയുടെ കാലമായിരുന്നു. ഭൗതികമായ യാതൊരു നേട്ടങ്ങളും വ്യത്യാസങ്ങളും ഇവിടെ ഉണ്ടായില്ല. 1998-99 കാലഘട്ടത്തിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആരംഭിച്ച അതേ വർഷം തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കിട്ടിയ 5 സ്കൂളുകളിൽ ഒന്ന് നമ്മുടെ സ്കൂളാണ്. അത് നേടിയെടുക്കുന്നതിൽ അതിന് കെട്ടിടം പണിത് അത് യാഥാർത്ഥ്യമാക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട അച്ഛനാണ്. അച്ഛൻ്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് പ്രതിബന്ധങ്ങളുണ്ടായിട്ടും പ്രതിസന്ധികളുണ്ടായിട്ടും വളരെ ഭംഗിയായിട്ട് 3-4 മാസത്തിനുള്ളിൽ ആ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞത്. ഹയർ സെക്കൻഡറി തലത്തിൽ ഇവിടെയുണ്ടായ മാറ്റങ്ങൾ പ്രവചനാതീതമാണ്. ഇംഗ്ലീഷ്, മലയാളം മീഡിയങ്ങൾക്കായി പ്രത്യേകം സ്കൂളുകൾ തന്നെ നിർമ്മിച്ചുകൊണ്ട് അച്ഛൻ കാര്യങ്ങളെ കൂടുതൽ സുതാര്യമാക്കി. ഓരോ വിദ്യാർത്ഥിയുടെയും പേരിലുള്ള ഈ വൈദികന്റെ കരുതലിന് അതിരൂപതാ തലത്തിൽ നിന്നും നിർലോഭമായ പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളും ലഭിച്ചിരുന്നു. അച്ഛൻ്റെ കാലഘട്ടത്തിലാണ് ഈ CBSE സ്കൂളിൻ്റെ പ്രവർത്തനം സജീവമായതും CBSE സ്കൂളിന് അഖിലേന്ത്യാ തലത്തിൽ അതിൻ്റെ അഫിലിയേഷൻ കിട്ടിയതും. അതിന് പിന്നിലുള്ള ശ്രമം ആ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ശ്രമങ്ങൾ DOയിൽ നിന്നും അതിൻ്റെ NOC വാങ്ങിക്കുക തുടങ്ങിയ കാലഘട്ടത്തിൽ അത് ഒത്തിരി വിഷമമുള്ള കാര്യമായിരുന്നു. അന്ന് സജീവമായിട്ടുണ്ടായിരുന്നു OP മാത്യൂസ് സാറ് ഇപ്പോഴും ഇടവകയിൽ സജീവമായി സൺഡേ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. PJ സാറിനെ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ പല ആളുകളിൽ നിസ്വാർത്ഥമായ സേവനം യാഥാർത്ഥ്യമായി തീർന്നത് അച്ഛൻ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചതുകൊണ്ടാണ്. അടുത്തത് അതിരൂപതയുടെ വകയാണെങ്കിലും ഇടവക നൽകിയ 4 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന B.Ed കോളേജിന് അഫിലിയേഷൻ കിട്ടി. MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഫിലിയേഷൻ കിട്ടിയത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന അലക്സ് കോഴിക്കോട്ട് അച്ഛൻ്റെ കാലഘട്ടത്തിലാണ്. അന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഒപ്പം അലക്സ് കോഴിക്കോട്ട് അച്ഛനും
സെബാസ്റ്റ്യൻ വലിയപറമ്പിൽ അച്ഛനും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. ആ കെമിസ്ട്രി ഇവിടെ ഭൗതികമായും ആധ്യാത്മികമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് ഞങ്ങളെ ഒത്തിരിയധികം സഹായിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസ ചിന്തകനായ കാൾ റോജൻ പറഞ്ഞിരിക്കുന്നത് ആത്മാവിനെ സ്പർശിക്കാത്തതൊന്നും ബുദ്ധിയിൽ തങ്ങി നിൽക്കുകയില്ല എന്നാണ്. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം ആത്മാവിനെ സ്പർശിക്കുന്നതാകണം എന്ന വിചാരത്തിലാണ് അച്ഛൻ വിദ്യാഭ്യാസ രംഗത്തെ ഒത്തിരിയേറെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലം ഇന്ന് നമ്മൾ കാണുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നെടുകുന്നം പള്ളിയിലെ നൊവേന അച്ഛൻ്റെ കാലത്താണ് ആദ്യമായി ഇവിടെ ആരംഭിച്ചത്. അത് ഞാൻ ഓർക്കുകയാണ്. പക്ഷെ ഇതൊന്നും അച്ഛൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളായി ഞാൻ കാണുന്നില്ല. അതിനേക്കാളും വലിയ നേട്ടങ്ങൾ അച്ഛൻ ഈ ഇടവകയിൽ ചെയ്തിട്ടുണ്ട്. ഒരു വൈദികനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി സമൂഹത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് പോയി അവരോട് സുവിശേഷം നൽകുക എന്നുള്ളതാണ് ഒരു വൈദികൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. പാവമംഗലമായ ജീവിതം കൊണ്ടും ക്ലേശപൂരിതമായ രോഗം കൊണ്ട് നിറഞ്ഞ ജീവിതത്തിലേക്കും അവഗണനയിലേക്കും അജ്ഞതയിലേക്കും വഴുതി വീടുന്ന ജനങ്ങളുടെ മധ്യത്തിലേക്ക് ചെന്ന് അവരുടെ അടുത്ത് ചെന്ന് അവരെ സുവിശേഷം അറിയിക്കുക അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. ഇതോടൊപ്പം തന്നെ അതിരൂപതയിലെ അധ്യാപക വൃത്തിയിൽ താൽപ്പര്യമുള്ള യുവജനങ്ങൾക്കായി ഒരു പരിശീലന കേന്ദ്രം കൂടി നിർമ്മിക്കപ്പെട്ടു. സ്നാപകന്റെ പേരിൽ ഒരു BEd കോളേജ്. ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട ആധ്യാത്മിക കാര്യം 20-25 കുടുംബങ്ങൾ ഉൾപ്പെടുന്ന കുടുംബ കൂട്ടായ്മകൾ ആരംഭിച്ചത് അച്ഛൻ്റെ കാലഘട്ടത്തിലാണ്. അത് പിന്നീട് പല ഇടവകളും ഒരു മാതൃകയാക്കി അതിരൂപതയിൽ തന്നെ ഒരു മാതൃകയായി തീരുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ആധ്യാത്മികമായ തലത്തിലും ഭൗതികമായ തലത്തിലും നേട്ടങ്ങളുണ്ടാക്കി ഒരു സുവർണ കാലഘട്ടമെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൽ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും, അതായത് കാര്യങ്ങൾ തുറന്നു പറയുക, നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക, അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക, അജഗണത്തിന് വേണ്ടി മുഴുവൻ സമയം ചെലവഴിക്കുക. അപ്പോൾ അങ്ങനെയുള്ള നിലപാടുണ്ടായിരുന്നുകൊണ്ടാണ് 18-19 വർഷം മുമ്പ് ഇവിടെ വികാരിയായിരുന്ന അദ്ദേഹത്തിന് ഇപ്പോഴും ഇടവകയിലെ ബഹുഭൂരിപക്ഷമായിട്ട് വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും. അപ്പോൾ വ്യക്തിബന്ധങ്ങളിലൂടെ സമൂഹത്തെ വാർത്തെടുത്ത് ഇടവകയെ സജീവമാക്കി എന്നുള്ളതാണ് ഞാൻ കാണുന്ന മറ്റൊരു പ്രത്യേകത. അച്ഛനുമായി കുടുംബ കൂട്ടായ്മയ്ക്ക് സാധുക്കളുടെ ഭവനം സന്ദർശിക്കാൻ പോയ കാര്യം ഒക്കെ ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ ശാരീരികമായ അസുഖമുള്ള ആളായിരുന്നു. എങ്കിൽ പോലും ഏത് ഇടവക കൂട്ടായ്മയിലാണേലും പ്രാർത്ഥനാ കൂട്ടായ്മയിലാണേലും അച്ഛൻ്റെ സാന്നിധ്യം അവിടെ ഒഴിച്ചു കൂട്ടുവാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. അച്ഛൻ ഒരു സമയം ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടിയ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ കഷ്ടപ്പാടുന്ന സമയത്ത് പോലും അച്ഛൻ ഇടവക ജനത്തിന് വേണ്ടി സ്വയം മറന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മധുരം പകർന്ന ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട ലാനിത്തോട്ടം അച്ഛൻ എന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നെടുംകുന്നം ഫൊറോന ദേവാലയ പരിസരം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രദേശമാണ്. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കാൻ ദൈവം തിരഞ്ഞെടുത്തതാകട്ടെ നമ്മുടെ പ്രിയങ്കരനായ ലാനിത്തോട്ടത്തിൽ അച്ഛനെ. ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷം ഉണ്ട് മനസ്സിൽ. നല്ല വിശ്വാസമുള്ള സമൂഹം, സഹകരിക്കുവാൻ ഒത്തിരി സന്നദ്ധതയുള്ള സമൂഹം, ശരിയായിട്ട് നയിച്ചാൽ സഹകരിക്കുന്ന ഇടയൻ്റെ പിന്നാലെ വരുന്ന ഒരു വലിയ സമൂഹത്തെയാണ് എനിക്കിവിടെ കിട്ടിയത്. എല്ലാ സമയത്തും എന്ത് പറഞ്ഞാലും ശരിയായിട്ട് മനസ്സിലാക്കി പ്രതികരിക്കുന്ന സമൂഹം, അത് മിക്കവാറും കിഴക്കൻ മേഖല പ്രത്യേകിച്ച് വളരെയധികം കാണാറില്ല. ഇവിടെ പ്രത്യേകിച്ച് കണ്ടതാണ്. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ശക്തമായിട്ട് സഹകരിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് അവിടെ ഇവിടെ ഉണ്ടാകും. അപവാദങ്ങളെങ്കിൽ തന്നെയും നല്ല ഒരു മെജോറിറ്റി ആളുകളും നന്നായിട്ട് സഹകരിച്ചു എന്നാണ് എൻ്റെ ഒരു വലിയ സന്തോഷം.
നെടുങ്കുന്നം ഇടവകയെ കിഴക്കിൻ്റെ ഒരു വലിയ വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റണമെന്ന് അവിടുത്തെ പൗത്രൻ പിതാവിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പലപ്പോഴും പിതാവ് എന്നോട് നേരിട്ട് അക്കാര്യം സംസാരിച്ചിട്ടുമുണ്ട്. നെടുങ്കുന്നം ഇടവക വിദ്യാഭ്യാസ കേന്ദ്രമായി വളർത്തണമെന്ന് പലപ്പോഴും നേരിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ പിതാവിൻ്റെ ആഗ്രഹം കുറേയെല്ലാം സാധിച്ചെന്ന് കരുതുകയാണ്. പക്ഷേ നെടുങ്കുന്നത്ത് ഇന്ന് നമുക്ക് കാണുന്ന ഈ കെട്ടിടങ്ങളൊക്കെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെയാണ്. എല്ലാം തന്നെ ഇടവകയുടെ സ്വന്തമായിട്ടുള്ള സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഹൈസ്കൂള് പിന്നീട് ഹയർ സെക്കൻഡറിയായി ഉയരുന്നുണ്ട്. അതിനും തീർച്ചയായിട്ടും ഇടവക സമൂഹത്തിൻ്റെ വലിയ സഹകരണം ഉണ്ടായിരുന്നു. നേതൃത്വം കൊടുത്ത പാരിഷ് കൗൺസിൽ ഉണ്ടായിരുന്നു, ഹൈസ്കൂൾ അധ്യാപകരുണ്ടായിരുന്നു. അവരൊക്കെ ഒത്തുപിടിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ കിട്ടിയ ആദ്യ 5 ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നിതായിരുന്നു. എല്ലാം ദൈവഹിതം തന്നെ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ വിദ്യാഭ്യാസ സമുച്ചയങ്ങളെല്ലാം ദൈവഹിതം നടപ്പിലാക്കാനുള്ള ചാലുകളായി മാറട്ടെയെന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഹൃദയപൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ. ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം. സുഭഗമോർമ്മകൾ പീലി നീർത്തുന്ന കാലം